മുഴുവൻ എംപിമാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രിയങ്ക മുദ്രാവാക്യം വിളിച്ചത്. അവിടെ 2 മണിക്കൂറാണ് എംപിമാരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയത്. 2 മണിക്ക് പാർലമെന്റ് സമ്മേളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടും ആ സമയത്ത് പോലീസ് വിട്ടിരുന്നില്ല. നടപടിക്രമം കഴിഞ്ഞപ്പോൾ 2:15 കഴിഞ്ഞിട്ടുണ്ട്. നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങി നമുക്കൊക്കെ പ്രതികരണം തന്നാണ്. അപ്പോൾ ഇന്നത്തെ പ്രതിഷേധം ഇന്ന് തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് നാളെയുമുണ്ട് പ്രതിഷേധം. ഇപ്പോൾ ഖാർഗെയുടെ വിരുന്ന് നടക്കുകയായിരിക്കാം. കോൺഗ്രസിൻ്റെ ഇന്ന് യോഗമുണ്ട് എന്ന് പറയുന്നു. ആ യോഗം നടക്കുന്നുണ്ടാകാം. അപ്പോൾ ഇനി അങ്ങോട്ട് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം അത് നിശ്ചയിക്കാനുള്ള പോരാട്ടമാണ്. അതിനിടയ്ക്ക് തന്നെയാണ് നമുക്കെപ്പോഴും അറിയുന്ന കാര്യമാണ് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഈ വരുന്ന ഒരു വലിയ പോരാട്ടത്തെ ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് കർണാടകയിൽ നിന്ന് തന്നെ വന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് വലിയ ക്ഷീണമാകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ക്ഷീണമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്തരം കളകളെ അപ്പം തന്നെ പറിച്ചെറിയുക എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോവുകയായിരുന്നു. കാരണം സിദ്ധരാമയ്യോട് അടുത്ത് നിൽക്കുന്ന മന്ത്രിയാണ്, സഹകരണ മന്ത്രിയാണ്. ആ സഹകരണ മന്ത്രി രാജണ്ണയുടെ സഹകരണം ആരോടാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. കാരണം ഇതൊന്നും ഇനി ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം പറയുന്നു നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടന്നിട്ടുള്ളത് എന്ന് പറയുകയും നമ്മുടെ മൂക്കിന് താഴെ നടന്നിട്ട് നമ്മളറിയാതെ പോയല്ലോ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ 6 മാസം എടുത്തിരിക്കുന്ന ആ ശ്രമഫലത്തെ അവിടെ കഷ്ടപ്പെട്ട് അത് പരിശോധിച്ച് കണ്ടെത്തിയ ആ ശ്രമഫലത്തെ അവരുടെ നേതാവിനെ തള്ളുന്ന പ്രതികരണമാണ് അവിടെ ആ മന്ത്രി നടത്തിയത്. അപ്പോൾ ആ മന്ത്രിക്ക് എന്താണ് പകരം കിട്ടിയത് എന്നറിയാൻ അധികം കാക്കേണ്ടി വരില്ല. അദ്ദേഹം ഏത് ചേരിയിലേക്ക് പോകുന്നു, എവിടേക്ക് സഹകരിക്കാൻ പോകുന്നു എന്നുള്ളത് വൈകാതെ തന്നെ തെളിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.